ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ്റ്റർ നാട്ടുകാരൻ, നിങ്ങളുടെ സ്വന്തം നാട്ടുകാരൻ. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ റോസ്റ്റിംഗ് ആണ്, റിവ്യൂ ആണ്, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. നമ്മുടെ iOS 26 ഞാൻ പറഞ്ഞായിരുന്നു ഒരു മാസം മുമ്പ് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഇതിൻ്റെ റിവ്യൂ ഞാൻ പറയും, എൻ്റെ വീഡിയോയിൽ ഇടുമെന്നൊക്കെ. സോ ആ ദിവസം വന്നെത്തിയിരിക്കുന്നു. ഞാനിതിപ്പോൾ ഒരു മാസമായിട്ട് യൂസ് ചെയ്യുന്നു. സെപ്റ്റംബർ ലാസ്റ്റ് വീക്കായിരുന്നു അത് ഗ്ലോബലി റിലീസ് ചെയ്തത്. അപ്പം ഇൻസ്റ്റാൾ ചെയ്തു. ഒരു മാസമായി, ടെക്നിക്കലി കൃത്യം ഒരു മാസമായി. ഇതിൻ്റെ ഇടയ്ക്ക് ഇതിനൊരു അപ്ഡേറ്റ് വന്നു, അതൊക്കെ ഞാൻ വഴിയെ പറയാം. ഇതിൻ്റെ മേജർ ഗുഡ് സൈഡ് ഞാൻ ആദ്യം പറയാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു UI ആണ്. ഇത്രയും നാളത്തെ ഐഫോണിൻ്റെ ഇന്നോവേഷനും കാര്യങ്ങളും പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് സോഫ്റ്റ്വെയർ വൈസ്, അതായത് വിഷ്വൽ UI വൈസ് ഇപ്പോഴാണ് iOS ഒരു മേജർ അപ്ഡേറ്റ് കൊണ്ടുവന്നത്. അതാണ് iOS 26. അന്നേ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സോ വന്നപ്പം ഹാപ്പിയായി. അത്യാവശ്യം നല്ലൊരു UI ആണ്. ലിക്വിഡ് ഗ്ലാസ് ഇന്റർഫേസ് തീം തന്നെയാണ് അവർ പിടിച്ചേക്കുന്നത് എല്ലാത്തിലും. അത്യാവശ്യം നന്നായിട്ട് ഇത് ഇതാവുന്നുണ്ട് കേട്ടോ. ലിക്വിഡ് ഗ്ലാസ് എല്ലാത്തിനകത്തും ആദ്യം എനിക്ക് കുറച്ച് ദഹിക്കാൻ കുറച്ച് പാടുണ്ടെങ്കിലും പിന്നെ അത് പതിയെ 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 ഇഷ്ടപ്പെട്ടു തുടങ്ങി. സോ ഇറ്റ്സ് എ ഗുഡ് ഇന്റർഫേസ്. ആൻഡ് ബാക്കി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആപ്സും ഇപ്പം അപ്ഡേറ്റ് ചെയ്യുമ്പം അതിനെ അഡാപ്റ്റ് ചെയ്ത് വരുന്ന ആപ്സുകളാണ്. പിന്നെ വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇതിൻ്റെ എല്ലാം നിങ്ങൾ ബാക്കി വീഡിയോസിലെല്ലാം കണ്ടിട്ടുള്ളത് UI ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ സെയിം തന്നെ, മാറ്റങ്ങൾ വലുതായിട്ടൊന്നുമില്ല. ആൻഡ് ഓവറോൾ ഇറ്റ്സ് ഗുഡ്. ഫുൾ ഗ്ലാസ് തീമിൽ വരുന്നൊരു ഐറ്റമാണ്. ഇപ്പോൾ നമ്മൾ ശരിക്കും ആപ്പിൾ യൂസ് ചെയ്തതിനകത്ത് ഒരു ചേഞ്ച് എന്ന് പറയാനായിട്ട് പുതിയൊരു അപ്ഡേറ്റ്, അതാണ് ഈ ഒരു 26 അപ്ഡേറ്റ്. അതുപോലെ തന്നെ എൻ്റെ നെയിം അറിയാലോ, ഇനിയിപ്പം വർഷക്കണക്കിനാണ് സോഫ്റ്റ്വെയറിന് പേരുകളും വരുന്നത്. അതായത് ഇപ്പോൾ 2025 കഴിഞ്ഞ് 26 വരുന്നതാണ് iOS 26 എന്ന് പറഞ്ഞത്. അതായത് 18 നേരെ 26 അവർ നെയിം ചേഞ്ച് ചെയ്തു. ഇനി 19 20 ഒന്നുമില്ല. നെക്സ്റ്റ് ഇയർ 2027 വരുമ്പം അടുത്ത അപ്ഡേറ്റ് വരുമ്പോൾ iOS 27. അപ്പോൾ പെർ ഇയർ ആയിട്ടുള്ള അപ്ഡേറ്റുകളായിട്ടാണ് ഇങ്ങനെ ഇപ്പം നെയിം കൊടുത്തേക്കുന്നത്. അപ്പം അത് ആ ഒരു ഘട്ടത്തിലോട്ട് മാറിയിരിക്കുകയാണ് ഐഫോൺ. പുതിയ ഇന്നോവേഷൻ, ആപ്പിൾ ഡസ് ഇറ്റ് ബെറ്റർ ആൻഡ് പോസിറ്റീവ് സൈഡ്സ് പറയാനായിട്ട് വിഷ്വൽ ചേഞ്ചസ് തന്നെയാണ് മേജർ ചേഞ്ച്. പെർഫോമൻസ് വൈസ് ഒരു വ്യത്യാസമില്ല, സെയിം ആസ് ബിഫോർ. അപ്പം ഇത് നെഗറ്റീവ് സൈഡിലോട്ട് വരാം. അതാണല്ലോ ഇതിനുള്ളത്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട്, എവിടെ തുടങ്ങണമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഒരുപാട് നെഗറ്റീവ് ഉണ്ട്. ഇത് ഇപ്പം പുതിയൊരു വേർഷൻ, ഐ അപ്രീഷിയേറ്റ് ദാറ്റ് പുതിയൊരു വിഷ്വൽ UI ചേഞ്ച് കൊണ്ടുവന്നതിനകത്ത്. ബട്ട് അതിൻ്റേതായ പോരായ്മകൾ ഇതിനകത്ത് അവർ കാണിക്കുന്നുണ്ട്. സ്റ്റേബിൾ അപ്ഡേറ്റ്, ഞാൻ ബീറ്റ യൂസ് ചെയ്യുന്ന ഒരാളല്ല, സ്റ്റേബിൾ അപ്ഡേറ്റ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. സോ സ്റ്റേബിൾ അപ്ഡേറ്റിൽ പോലും ഇഷ്ടംപോലെ ബഗ്ഗുകളുണ്ട് കേട്ടോ. സംഭവം ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോർ സിമ്പിൾ എക്സാമ്പിൾ, എനിക്ക് 2 ഐക്കൺ ഇവിടെ ഞാനിവിടെ ഒരു സ്നാപ്ചാറ്റിൻ്റെ ഐക്കണിനും കൂടി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇനി കാണത്തില്ല, കണ്ടോ? അതിങ്ങനെ പോവും. അപ്പോൾ നമുക്ക് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫേസ് ID പഴയ 18 അത്രയും എഫിഷ്യൻ്റ് അല്ല. അത് ഭയങ്കര ടൈം എടുക്കുന്നുണ്ട് ഫേസ് ID ഇത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ എൻ്റെ ഫേസ് കാണിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഒരു സെക്കൻഡ് ഗ്യാപ്പ് ലാഗ് വരുന്നുണ്ട്. അപ്പം അത് എത്രമാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ആ ഒരു ലാഗ് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. ബിക്കോസ് ഞാൻ ഓൾറെഡി ഈ ഫോൺ തന്നെയാണ് പ്രൈമറി ഫോണായിട്ട് യൂസ് ചെയ്യുന്നത്. അതൊരു കാര്യം. 18 26 അപ്ഡേറ്റ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവണമെങ്കിൽ അത് മൈന്യൂട്ടാണെങ്കിൽ നമ്മൾ പ്രൈമറി ഡിവൈസായിട്ട് യൂസ് ചെയ്യുന്നതായതുകൊണ്ട് അത് ആ ഒരു ലാഗ് അതിനകത്ത് കിടപ്പുണ്ട്. പിന്നെ ആപ്സ് ഇപ്പം ഒരുപാട് ആപ്സ് ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിലും ആപ്പ് ഓപ്പൺ ടൈം ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യമില്ല. അതായത് ഞാൻ സ്പോട്ടിഫൈ ഓപ്പൺ ചെയ്യാം, 4 5 6 സെക്കൻഡ് എടുത്ത് എനിക്കിതൊന്ന് ഓപ്പണായി കിട്ടാൻ. ആൻഡ് സ്പോട്ടിഫൈ മാത്രമല്ല, ഈവൻ ഇൻസ്റ്റ ആണെങ്കിൽ 1 2 3 4 സെക്കൻഡ്.
എനിക്കങ്ങനെ ഓരോ ആപ്പ് ഓപ്പൺ ചെയ്യുന്നതിനും അതിൻ്റെ ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യ ലാഗാണ്. സ്നാപ്ചാറ്റ്, വൈ ആപ്പിൾ പുതിയ അപ്ഡേറ്റ് കൊണ്ടുവരുന്ന വഴിക്ക് ബാക്കിയുള്ള സാധനങ്ങൾ വേണ്ടെന്ന് തോന്നിയിട്ടുള്ളത് കൊണ്ടാണോ അതോ വേറെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടാണോ എനിക്കറിയില്ല. പക്ഷേ നല്ല ലാഗുണ്ട്. ആപ്പിൾ ആയതുകൊണ്ട് ഞാനൊരു എൻ്റെ 18 യൂസ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് വന്നപ്പോൾ ഞാൻ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ് ആണ് ഇതിനകത്ത് ഞാൻ പറയുന്നത്. കാരണം അതിനകത്ത് നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ 18 എത്ര അപ്ഡേറ്റ് ലൈക്ക് ഫൈനൽ അപ്ഡേറ്റ് വരെ ഞാൻ ചെയ്തതാണ്. അതിനകത്ത് എനിക്ക് ആപ്സ് ഓപ്പൺ ചെയ്യുമ്പം ഭയങ്കര സ്നാപ്പി ആയിരുന്നു ഫോൺ. അതായത് ഏത് ആപ്പ് ഓപ്പൺ ചെയ്യണമെങ്കിലും ഒരു സെക്കൻഡ് ഡിലേ പോലും ഇല്ലാതെ നമുക്കത് ഓണായി വരുന്നതാണ്. മേ ബി ഇനിഷ്യൽ അപ്ഡേറ്റ് ആയതുകൊണ്ടാകാം, ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് ആപ്പിൾ വീണ്ടും ഇറക്കുമായിരിക്കാം, ഐ ഡോണ്ട് നോ. ബട്ട് കറൻ്റ്ലി എൻ്റെ ഐഫോണിനകത്ത് ലാഗാണ്, നല്ല ലാഗാണ്. ഈവൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന നേരത്തെ ലാഗാണ്, ചാറ്റ് ചെയ്യുന്ന നേരത്തെ ലാഗുണ്ട്. ചാറ്റ് ചെയ്യാൻ കാണിച്ചു തരായിരുന്നു പേഴ്സണൽ മെസ്സേജസ്, നോ, അതുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്നില്ല. സോ അങ്ങനെ ഒരു വിഷയമുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം ബാറ്ററി ഡ്രെയിൻ. പലരും പറഞ്ഞിട്ടുണ്ട്, ഞാനും പറയുന്നു, ബാറ്ററി ഡ്രെയിൻ അന്യമായിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം ഒരു ഫുൾ ഡേ ബാറ്ററി ബാക്കപ്പ് ഇപ്പോൾ കിട്ടുന്നില്ല ഇതിൽ നിന്ന്. ഞാൻ എൻ്റെ ബാറ്ററി ഇപ്പോൾ ഈ ഫോൺ എടുത്തിട്ട് ഐ തിങ്ക് 4 years ആയി ഞാൻ. ആൻഡ് കഴിഞ്ഞ എൻ്റെ അങ്ങേ മാസമാണ് എൻ്റെ ബാറ്ററി ഞാൻ മാറി. സോ ബാറ്ററി മാറി എനിക്ക് 100% ബാറ്ററി ഹെൽത്ത് ഉള്ള സാധനമാണ് എൻ്റെത്. അപ്പം അത് ഇപ്പോഴത്തെ ബാറ്ററി ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഇത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് 1% കുറച്ചു. നൗ കാണാൻ പറ്റുമായിരിക്കും 99% ബാറ്ററി ഹെൽത്ത്. അത് ഇത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് കുറഞ്ഞത്. ആൻഡ് ഓവറോൾ പെർഫോമൻസിനകത്ത് അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ബാറ്ററി ബാക്കപ്പ് പഴയ പോലെ കിട്ടുന്നില്ല. അതാണ്ട് 55%. ഐ തിങ്ക് ഐ ചാർജ്ഡ് ഇറ്റ് ഇൻ 12 മണി 11 മണി ഓർസോ. അപ്പം നന്നായിട്ട് ഊറ്റുന്നുണ്ട്, ഡ്രെയിൻ ആവുന്നുണ്ട്. അതൊരു മേജർ കൺസേൺ ആണ്. വേറെ പിന്നെ കാര്യങ്ങൾ പറയാനായിട്ട് ഐ ലൈക്ക് ദ UI, ക്യാമറ UI ഒക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട്, സ്ലീക്കാണ്, വലിയ കുഴപ്പമില്ല. ഒരാളെ കാണിക്കാൻ പറ്റിക്കാനൊക്കെ ഈ ഒരു UI ഡിഫറൻസ് നല്ലതാണ്. പക്ഷേ ഇൻ ഫോളോയിങ് ഫ്യൂച്ചേഴ്സ് ഐ ഹോപ്പ് യു ഫിക്സ് ദിസ് ഓൾ ലിറ്റിൽ ബഗ്സ് ആൻഡ് എവറിത്തിങ്. പിന്നെ ഓരോ ആപ്പിനകത്തും ചെറിയ ചെറിയ ബഗ്ഗുകളുണ്ട്, ചിലപ്പോൾ ക്രാഷ് ആവുന്നുണ്ട്. അതൊക്കെ ഒന്ന് സ്പെഷ്യലി നോട്ട് ചെയ്തേക്കണം കേട്ടോ. അത് എല്ലാം ഒന്നും എടുത്ത് ചിലപ്പോഴൊക്കെയാണ്, എപ്പോഴൊന്നുമില്ല, ബട്ട് അറ്റ് ദ ടൈംസ് നമ്മൾ ഇതുവരെ ക്രാഷ് ആവാത്ത ആപ്പുകളൊക്കെ ക്രാഷ് ആകുന്ന കാണുമ്പോൾ നമുക്ക് ചെറിയൊരു ഇറിറ്റേഷൻ തോന്നും. അങ്ങനെ ചെറിയ ചെറിയ കൊത്തനാക്കൊള്ളി അല്ലാതെ വേറെ പരിപാടീസൊന്നും ഇല്ല. പിന്നെ ബാക്കി RCS ഒക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തതൊക്കെ ഓക്കെ. പിന്നെ എനിക്ക് AI പറ്റിയൊന്നും പറയാൻ പറ്റത്തില്ല, ബിക്കോസ് എൻ്റെ ഫോണിനകത്ത് ആപ്പിൾ ഇൻ്റലിജൻസ് ഇല്ല ഗൈസ്, ഇല്ല. It's a 12 and I have been using it for 4 years. Still now pretty good phone. ഗ്രീൻ ലൈൻ ഇഷ്യൂസ് ഇല്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആൻഡ് അതും കൂടി പറയാനുണ്ട്, പുതിയ അപ്ഡേറ്റിൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്, ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ. ബിക്കോസ് ഗ്രീൻ ലൈൻ ഡിസ്പ്ലേ അടിച്ചു പോകൽ, ക്യാമറയിലെ പ്രശ്നങ്ങൾ, പല പരിപാടികൾ ഇതിൻ്റെ പുറകെ വരുന്നുണ്ട്. അപ്പം എനിക്ക് 2-3 എൻ്റെ കമ്മ്യൂണിറ്റിയിൽ നോക്കിയപ്പോഴും ഒരുപാട് പേര് ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന 2-3 പേരുടെ ഫോണും പണി കിട്ടിയിട്ടുണ്ട്. എന്താണ് ആപ്പിൾ, വൈ ദിസ്? ഞാനൊക്കെ ഇപ്പം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഞാനൊരു ഐഫോൺ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5, 6, 7 years ഒക്കെ എനിക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഫോൺ ചേഞ്ച് ചെയ്യുന്ന ഒരാളല്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആപ്പിൾ എടുക്കുന്നത്, നല്ല റിലയബിലിറ്റി. പക്ഷെ ഇപ്പോഴത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാണുമ്പം പണി കിട്ടല്ലേ എന്നും പറഞ്ഞാണ് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഐ ഫീൽ പെത്തറ്റിക് ഫോർ പുതിയ മോഡൽസ് എടുക്കുന്ന ആൾക്കാർക്ക്. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കൊണ്ടുവരുന്ന പൈസ ഒരു ഫോൺ ആഗ്രഹിച്ചെടുക്കുമ്പോൾ സോഫ്റ്റ്വെയർ തന്ന് ഫോൺ മുഞ്ചിപ്പിക്കുക എന്ന് പറയുന്നത്, ഫോൺ നശിപ്പിക്കുക എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് തെമ്മാടിത്തരം. ഫോൺ തരുമ്പോൾ അതിന് തക്കവണ്ണാണ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ബൈ ആപ്പിൾ പലരും പ്രതീക്ഷയാണ് ഈ ഫോൺ. ഇപ്പോൾ എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്, ഒരാളുണ്ടായിരുന്നു, ഞാൻ പേര് പറയുന്നില്ല,
ഫോൺ എടുത്ത് 1 മാസമേ ആയുള്ളൂ. ആൻഡ് അപ്ഡേറ്റ് വന്നു, ഡിസ്പ്ലേ അടിച്ചു പോയി. ആപ്പിൾ മാറിക്കൊടുത്തു. ബട്ട് സ്റ്റിൽ ഞാൻ പറയുകയാണ്, വൈ? ഫസ്റ്റ് ഓഫ് ഓൾ എന്തിനിങ്ങനെ നടക്കണം? സോ ഗൈസ്, ഇതാണ് എൻ്റെ റിവ്യൂ. UI പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ഒരു ലാഗ് ഇഷ്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ ഐ ഫീൽ ഇറ്റ്സ് എ പ്രിറ്റി ഗുഡ് UI. ബട്ട് ഇപ്പോഴത്തെ എൻ്റെ കറണ്ട് റിസൾട്ട് അല്ലെങ്കിൽ കറണ്ട് വാല്യുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 18 ഓൾവേസ് 18. എനിക്ക് 18 തന്നെയാണ് നല്ലത്. ബിക്കോസ് 26 ഒപ്റ്റിമൈസ് ആവാനുണ്ട്, ഒരുപാട് ഒപ്റ്റിമൈസ് ആവാനുണ്ട്, പണി കിട്ടുന്നുണ്ട്. കിട്ടാത്തവർക്ക് കിട്ടാതിരിക്കട്ടെ, കിട്ടുന്നവർ ആപ്പിളിനെ തെറിവിളിച്ചോണ്ടിരിക്കുക. പിന്നെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക, ബിക്കോസ് ബാക്കിയുള്ളവർക്ക് അത് ഉപകാരമാണ്. സോ ബൈ ഗൈസ്, ദിസ് ഇസ് യുവർ മിസ്റ്റർ നാട്ടുകാരൻ സൈനിങ് ഓഫ്.